ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തി പോലീസ്. എറണാകുളം വാഴക്കാല സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത് 4 കോടിയിലേറെ രൂപ കൈമാറ്റം ചെയ്യാൻ 650ഓളം ഇടപാടുകൾ തട്ടിപ്പ് സംഘം നടത്തിയെന്നാണ് അറിയുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടുകളുടെയും തട്ടിപ്പ് പണം കൈമാറ്റം ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 25,000 രൂപ വരെ അവർക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ തട്ടിയെടുത്ത പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. പോലീസ് പിടിക്കുകയാണെങ്കിൽ അവസാനം ഈ ഉത്തരേന്ത്യൻ മാഫിയ രക്ഷപ്പെടും, കുട്ടികൾ അകത്താകും. നിതിൻ അബൂജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, വിശദാംശങ്ങൾ. അത്യന്തം ഗൗരവകരമായൊരു സാഹചര്യം അല്ലെങ്കിൽ വിവരങ്ങളാണ് പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. കാരണം കുട്ടികളെ മറയാക്കിയാണ് ഈ സൈബർ തട്ടിപ്പ് സംഘം നാട്ടിൽ വിലസുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘം കരിയർമാരെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു വിഹിതം ഈ കരിയർമാർക്ക് നൽകും. സമാനമായ നിലയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് സംഘം, സൈബർ തട്ടിപ്പ് സംഘം ഈ കുട്ടികളെ അടക്കം ഇത്തരം കേസുകളിൽ ഇടപാടുകാരായി ഉപയോഗിക്കുന്നത്. കാരണം വലിയ തുക അവർ തട്ടിപ്പ് നടത്തിയാൽ അതിലെ പണമിടപാട് ഈ കുട്ടികളുടെ അക്കൗണ്ട് വഴി അത് പണം ഇടപാട് നടത്താറാണ് പതിവ്. അത്തരം ചില വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത്. എറണാകുളം വാഴക്കാലിൽ നിന്ന് ഏതാണ്ട് 4 കോടിയിലധികം രൂപ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തു. ഇവ 480ഓളം അക്കൗണ്ടുകൾ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ഏതാണ്ട് 650 തവണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ്, ഈ പ്രായപൂർത്തിയായ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് സംഘം പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയ രീതിയിൽ തന്നെ പണം ലഭിക്കുകയും അതോടൊപ്പം തന്നെ ആഡംബര ജീവിതമെല്ലാം തന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇത്തരം സംഘങ്ങളുടെ വലയിലേക്ക് വീണു പോകും. അത്തരം കുട്ടികളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 20 വയസ്സുകാരനായ ഒരു തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട ആൾ, 20 വയസ്സുകാരൻ ഒരു BMW ബൈക്ക് വാങ്ങിയതടക്കം തന്നെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള വിവരങ്ങളാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ഈ സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നതിനായി ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ കുട്ടികളുടെ അക്കൗണ്ടിലേക്കും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പണങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, ഈ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനായി പരിചയപ്പെടൽ നടത്തിയ സംഘങ്ങളെയും പോലീസ് ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിപുലമായ അന്വേഷണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും സൈബർ കുറ്റകൃത്യങ്ങൾ, തട്ടിപ്പ് കുറ്റകൃത്യങ്ങൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട്. പോലീസ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ നടത്തുമ്പോൾ അതിലൊരു നിരീക്ഷണം ശക്തമാക്കി തന്നെ പോലീസിന്റെ ഇടപെടൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മുറിക്കുള്ളിൽ അടച്ചിരുന്ന് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കുന്നു. അവരെ മാഫിയ സംഘം അവരെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ വല്ലാതെ പാടുപെടും. മാത്രമല്ല, ശരിക്കും ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കാൻ പരമാവധി ഈ ഉത്തരേന്ത്യൻ സംഘങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, സൈബർ കുറ്റകൃത്യങ്ങൾ അത് ഏതൊക്കെ ദിശകളിലേക്ക് നീങ്ങുന്നു എന്ന് പോലും നമ്മൾ അമ്പരപ്പോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. വളരെ ജാഗ്രത എല്ലാ മലയാളികൾക്കും വേണം. ഈ വിർച്വൽ അറസ്റ്റ്, അതല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ്, ഇൻ്റർനെറ്റ് വഴി അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഭയക്കരുത്. അങ്ങനൊരു സംവിധാനം ഇന്ത്യയിൽ നിലവിലില്ല. ഒരു അന്വേഷണ ഏജൻസിക്കും അതിനുള്ള അധികാരവുമില്ല. അത് പ്രധാനമന്ത്രി തന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾക്ക് നമ്മൾ വിധേയമാകാതിരിക്കാനും നമ്മുടെ കുട്ടികൾ അതിലേക്ക് വഴിപ്പെടാതിരിക്കാനും പരമാവധി ശ്രദ്ധിക്കുക.